പെൺമക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർക്ക് ശങ്കരൻ നാരായണനെ മറക്കാൻ കഴിയുമോ? മലപ്പുറം മഞ്ചേരിയിലെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മകളെ പിച്ചി ചീന്തി കൊലപ്പെടുത്തിയ നരാധമന് ശങ്കരൻ നാരായണൻ നടപ്പാക്കിയ വിധി കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയതാണ്. ഒരു സിനിമയ്ക്കും അത് പ്രമേയമായി. ഒടുവിൽ ജീവിതത്തിൽ നിന്ന് തന്നെ ശങ്കരൻ നാരായണൻ വിട പറഞ്ഞിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ആ പേര് ഒരിക്കലും മാഞ്ഞു പോകില്ല. പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരകളാകുന്ന ഈ കാലത്ത് മലയാളി ഈ പേര് പലപ്പോഴും പറയാറുണ്ട്. കാരണം ഓരോ പെൺമക്കളുടെയും മനസ്സിൽ ശങ്കരൻ നാരായണൻ എന്ന അച്ഛൻ ഹീറോയാണ്. കേരള ചരിത്രം മായ്ക്കാനാകാതെ അടയാളപ്പെടുത്തിയ ഒരു പേരുണ്ട്. മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ചു കൊന്ന ശങ്കരനാരായണൻ. മഞ്ചേരി സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് കേട്ട ശങ്കരനാരായണൻ 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ടുവന്ന മകൾ കൃഷ്ണപ്രിയയെ അയൽവാസിയായ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. മുഹമ്മദ് കോയ വെടിയേറ്റ് മരിച്ചതും ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങിയ വാർത്തയും ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. നിയമം കയ്യിലെടുത്തതിന് ന്യായീകരണമില്ലെങ്കിലും മകളെ കൊന്നവനെ നിറയൊഴിച്ച ശങ്കരനാരായണൻ കേരളത്തിന്റെ ഹീറോയായി. കീഴ്ക്കോടതി ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്ത് കോടതി പറഞ്ഞത് മുഹമ്മദ് കോയയ്ക്ക് നിരവധി ശത്രുക്കൾ ഉണ്ടല്ലോ എന്നാണ്. മരണം വരെ പ്രിയപ്പെട്ട മകളുടെ ഓർമ്മകളിലാണ് ശങ്കരനാരായണൻ ജീവിതം തള്ളി നീക്കിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം സ്വവസതിയിലായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. മകളുടെ ലോകത്തേക്ക് മടങ്ങുകയാണ് ശങ്കരനാരായണനും. ന്യൂസ് 18 മലപ്പുറം.